വീണ്ടും നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നാണ്. ആദിത്യൻ കൊലപാതക കേസിലെ പ്രതികൾ ഈ സ്റ്റേഷന് ഉള്ളിലുണ്ട്. അല്പസമയം കൂടി കഴിയുമ്പോൾ പ്രതികളുമായി തെളിവെടുപ്പ് ആരംഭിക്കും. കൊലപാതകം നടന്ന കൊടുങ്ങാവിളയിലാണ് തെളിവെടുപ്പ്. ഞാൻ ആർ ശ്യാം ബാബു, ABC മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. ആദിത്യൻ കൊലപാതക കേസിലെ പ്രതികളായ KS ജിബിൻ, മനോജ്, അഭിജിത്ത്, രഞ്ജിത്ത് എന്നിവരെ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ ABCയുടെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ്. പ്രതികളെ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്നലെ പിടിക്കപ്പെട്ടപ്പോൾ മുതൽ ജിബിനും മനോജും ചിരിയടക്കാൻ ബുദ്ധിമുട്ടുന്ന കാഴ്ചകൾ മാധ്യമങ്ങൾ കണ്ടിരുന്നു. ഇന്നും അതേ രീതിയിലുള്ള കാഴ്ചകളാണ് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ നിന്നും ABCക്ക് കാണാൻ സാധിക്കുന്നത്. ജിബിനും മനോജും തമാശ പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് ഈ സ്റ്റേഷനിനുള്ളിൽ നിന്നും പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഉച്ചഭക്ഷണം നൽകിയ ശേഷമാണ് ഈ പ്രതികളെ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നത്. ആദ്യം തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നത് തിരുവനന്തപുരം കൊടുങ്ങാവിളയിലുള്ള ഈ കൊലപാതകം നടന്ന സ്ഥലത്തേക്കായിരിക്കും. അതിനുശേഷം ഈ പ്രതികൾ ഇതിന് ഏതാണ്ട് 300 മീറ്റർ അകലെയായി RR എന്ന ഒരു ഓട്ടോ ഏജൻസിയുടെ സമീപത്ത് നിന്നായിരുന്നു ഈ കൊലപാതകത്തിന് പദ്ധതിയിട്ടത്. ഈ സ്ഥലത്തും തെളിവെടുപ്പ് നടത്തും എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകര DYSP, ബാലരാമപുരം CI, നെയ്യാറ്റിൻകര CI അടക്കമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സംഘമാണ് ഈ തെളിവെടുപ്പ് നടത്തുക. ഈ തെളിവെടുപ്പ് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ പ്രതികളെ കൈയേറ്റം ചെയ്യാൻ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടാകാനുള്ള സാധ്യത കൂടി പോലീസ് പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തെളിവെടുപ്പ് നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്കും ഈ തെളിവെടുപ്പ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്ത് പോലീസ് വിട്ടിരുന്നില്ല. ഇപ്പോൾ തെളിവെടുപ്പിനായി പോലീസ് ഈ പ്രതികളെ വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുന്നു. ഈ വാഹനങ്ങൾ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആദിത്യൻ കൊല്ലപ്പെട്ട കൊടുങ്ങാവിളയിലാണ് നമ്മളിപ്പോഴുള്ളത്. ഇവിടെ പ്രതികളുമായിട്ടുള്ള തെളിവെടുപ്പ് നെയ്യാറ്റിൻകര പോലീസ് ആരംഭിച്ചിരിക്കുന്നു. അഭിജിത്ത്, രഞ്ജിത്ത്, മനോജ്, ജിബിൻ എന്നീ 4 പ്രതികളുമായിട്ടാണ് ആദിത്യൻ കൊല്ലപ്പെട്ട നെയ്യാറ്റിൻകരയ്ക്ക് സമീപമുള്ള കൊടുങ്ങാവിളയിൽ ഈ ഒരു തെളിവെടുപ്പ് നടക്കുന്നത്. ഇപ്പോൾ പ്രതികൾ ഈ സംഭവം എങ്ങനെയെന്ന് പോലീസിനോട് വിശദീകരിച്ച് നൽകുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് രാത്രിയിൽ 7:30-ക്കാണ് ആദിത്യൻ എന്ന 23 വയസ്സുകാരനെ ഈ സ്ഥലത്ത് വെച്ച് തടഞ്ഞു നിർത്തുകയും കുത്തിക്കൊലപ്പെടുത്തുകയും ചെയ്തത്. ഒറ്റ കുത്തിനാണ് ഒരു യുവാവിൻ്റെ ജീവൻ ഈ പ്രതികൾ എടുത്തത്. അദ്ദേഹത്തിൻ്റെ വലതുഭാഗത്തെ നെഞ്ചിന് മുകളിലായി ഒറ്റ കുത്തിന് നടത്തുകയായിരുന്നു. ഇതിൽ തന്നെ ജീവൻ നഷ്ടപ്പെട്ടു. മറ്റ് മർദ്ദനങ്ങളോ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് മറ്റു പാടുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ഈ ഒരു കൊലപാതകം പ്രതികൾ നടത്തിയതെന്ന് പോലീസ് നേരത്തെ തന്നെ പറയുന്നുണ്ട്. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത ശേഷമാണ് ഇപ്പോൾ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. 4 പ്രതികളാണ് ഉള്ളത്. 25 മുതൽ 28 വയസ്സ് വരെ പ്രായമുള്ള യുവാക്കളാണ് ഈ കേസിലെ പ്രതികൾ. നിസ്സാരമായ ഒരു കാര്യത്തിന് 20,000 രൂപയുടെ തർക്കത്തിനാണ് 23 വയസ്സുള്ള ഒരു യുവാവിൻ്റെ ജീവൻ ഈ പ്രതികൾ എടുത്തത് എന്നത് പോലീസിനെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി കൊലപാതകത്തിലേക്ക് പ്രതികൾ കടക്കുന്നു, യുവാക്കൾ കടക്കുന്നു എന്നത് പോലീസും ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. പ്രതികൾക്ക് നേരത്തെ തന്നെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്.
ഇവർ നേരത്തെ തന്നെ ഈ ഒരു 20,000 രൂപ ഒരു ബൈക്ക് വിറ്റതുമായി ബന്ധപ്പെട്ട് 20,000 രൂപയുടെ തർക്കം ഇവർ തമ്മിൽ, അതായത് കൊല്ലപ്പെട്ട ആദിത്യനും ഈ പ്രതികളും തമ്മിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇത് പറഞ്ഞ് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. പിന്നീടാണ് ഇതൊരു അക്രമത്തിലേക്ക് കടന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് നെല്ലിമൂട് എന്ന സ്ഥലത്ത് വെച്ച് പ്രതികളും ആദിത്യനും തമ്മിൽ ഇത് സംബന്ധിച്ചുള്ള തർക്കമുണ്ടായിരുന്നു. ഇതിന് ശേഷമാണ് രാത്രി 7:30 ഈ പ്രതികൾ ആദിത്യനെ തടഞ്ഞു നിർത്തുകയും ഈ സ്ഥലത്ത് വെച്ച് കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നെഞ്ചിന് വലതുഭാഗത്ത് മുകളിലായി ഏതാണ്ട് 2 സെൻറ്റിമീറ്റർ ആഴത്തിൽ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് കത്തി ആഴ്ത്തി ഇറക്കുകയായിരുന്നു. ഈ ഒരു ഒറ്റ കുത്തിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമായി. ഈ ഒരു സംഭവത്തിൽ ഈ കുത്തിന് ശേഷം വീണുകിടന്ന ആദിത്യനെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഈ സ്ഥലത്തെത്തുകയും തുടർന്ന് ഒരു ഇരുചക്ര വാഹനത്തിൻ്റെ നടുക്കിരുത്തിക്കൊണ്ട് ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു. എന്നാൽ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ, ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ആദിത്യൻ്റെ ജീവൻ നഷ്ടമായി. ഇപ്പോൾ പ്രതികളുടെ ഇവിടുത്തെ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. പ്രതികൾ ലെവലേശം കൂസലില്ലാതെ പോലീസിനോട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചു. എങ്ങനെയാണ് ആദിത്യനെ കൊലപ്പെടുത്തിയത് എന്ന കാര്യം പ്രതികൾ വിശദീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ സ്ഥലത്ത് നിന്നും പ്രതികളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി പോലീസിൻ്റെ വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുകയാണ്. നെയ്യാറ്റിൻകര ഡിവൈഎസ്പി, നെയ്യാറ്റിൻകര CA അടക്കമുള്ള സംഘം ഈ സ്ഥലത്തുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഈ തെളിവെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നാണ് ഈ 4 പ്രതികളെയും പിടികൂടിയത്. ഈ സംഭവത്തിന് ശേഷം ഈ 4 പ്രതികളും തമിഴ്നാട്ടിലേക്ക് കടന്നിരുന്നു. വാഹനം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടന്നത്. ഈ വാഹനം വാടകയ്ക്ക് നൽകിയ അച്ചു എന്ന യുവാവിൻ്റെ പിതാവ് ഈ സംഭവത്തിൽ മനോവേദന കൊണ്ട് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിരുന്നു. ഈ അച്ചുവിൻ്റെ പിതാവ് സുരേഷിൻ്റെയും അതുപോലെ തന്നെ ആദിത്യൻ്റെയും അന്ത്യകർമ്മങ്ങൾ ഇന്നലെയാണ് നടന്നത്. നാടിനെ അങ്ങേയറ്റം നടുക്കുക, ഇത്തരത്തിൽ ജനക്കൂട്ടത്തിനിടയിലെത്തിയ ഒരു യുവാവിനെ കൊലപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഈ നാടിനെ നടുക്കിയത്. കൊലപാതകം നടന്ന സ്ഥലത്തെ തെളിവെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ കൊലപാതകം നടന്നതിന് 300 മീറ്റർ മാത്രം അകലെയുള്ള കൊടുങ്ങാവിളയിലെ തന്നെ RR എന്ന ഓട്ടോ ഏജൻസിയിലേക്ക് പ്രതികളെ കൊണ്ടുവന്നിരിക്കുന്നു. പോലീസിന്റെ കണ്ടെത്തൽ, ഈ കേസിലെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇതാണ്. ഈ RR ഏജൻസിയുടെ പരിസരത്ത് വെച്ചാണ് പ്രതികൾ സംഘടിച്ചതും ആദിത്യനെ കൊലപ്പെടുത്താൻ പദ്ധതി ഇട്ടത് എന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിനെ സാധൂകരിക്കുന്ന തെളിവുകളും പോലീസിന് ലഭിച്ചിരുന്നു. കൊലപാതക ദിവസം ഉച്ചയ്ക്ക് ശേഷം പ്രതികൾ ഈ കേസിലെ പ്രധാന പ്രതിയായ ജിബിന്റെ ഉടമസ്ഥതയിലുള്ള സ്വിഫ്റ്റ് കാർ നന്നാക്കുന്നതിന് വേണ്ടി RR എന്ന ഈ ഏജൻസിയിൽ എത്തിയിരുന്നു. ഇതിന് ശേഷമാണ് ആദിത്യനെ കൊല ചെയ്യാൻ പ്രതികൾ പദ്ധതിയിട്ടത്. തുടർന്ന് ആദിത്യനെ സന്ധി സംഭാഷണത്തിന് എന്ന പേരിൽ ഇവിടേക്ക് പ്രതികൾ വിളിച്ചു വരുത്തുകയായിരുന്നു. സ്ഥലത്തെത്തിയ ആദിത്യന് പ്രതികളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നുകയും കൊടുങ്ങാവിള ജംഗ്ഷനിലേക്ക് ബൈക്ക് ഓടിച്ച് പോവുകയും ചെയ്തു. ഇതിനുശേഷം പ്രതികൾ മറ്റൊരു വാഹനത്തിൽ, അതായത് ഇന്നലെ കണ്ട ആ ഓൾട്ടോ കാറിൽ ആദിത്യനെ പിന്തുടർന്ന് കൊടുങ്ങാവിള ജംഗ്ഷന് സമീപം ഒരു ബേക്കറിയുടെ അടുത്ത് വെച്ച് തടഞ്ഞു നിർത്തുകയും പ്രതികൾ ആദിത്യനെ കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നാണ് പോലീസിന്റെ FIR-ൽ പറയുന്നത്. ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ കിട്ടിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് ഈ കേസിൽ പ്രതികൾ പദ്ധതിയിടുന്ന CCTV ദൃശ്യങ്ങളാണ്. അത് ഈ RR എന്ന ഏജൻസിയുടെ CCTV ദൃശ്യങ്ങളാണ്. ഇന്നലെ തന്നെ ഹാർഡ് ഡിസ്ക് ഈ ഏജൻസിയിലെ ഹാർഡ് ഡിസ്ക് പോലീസ് കണ്ടെടുത്തിരുന്നു. അതിപ്പോൾ തിരുവനന്തപുരത്തെ പോലീസിന്റെ സൈബർ ടീമിന്റെ പക്കലാണുള്ളത്. അവിടെ നിന്നും ഈ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ പ്രതികളെ, ഈ 4 പേരെയും ഈ ഏജൻസിയുടെ ഉടമ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ 4 പേരും ഈ കൊലപാതകം നടന്ന ദിവസം ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ഉണ്ടായിരുന്നു, ഈ ഏജൻസിയുടെ പരിസരത്ത് ഉണ്ടായിരുന്നു എന്നാണ് ഈ ഉടമ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഈ ഉടമ ഈ കേസിലെ പ്രധാന സാക്ഷിയാകും എന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. നിമിഷങ്ങൾ കൊണ്ടാണ് തെളിവെടുപ്പ് ഇപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഏതാണ്ട് 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ കൊലപാതകം നടന്ന കൊടുങ്ങാവിള ജംഗ്ഷന് സമീപമുള്ള തെളിവെടുപ്പ് പൂർത്തിയാക്കി. ഇപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഈ ഏജൻസിയുടെ പരിസരത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കുകയാണ് പോലീസ്. നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ പ്രതികൾക്കെതിരെ കയ്യേറ്റ ശ്രമം അടക്കം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പോലീസ് വേഗത്തിൽ ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കുന്നത്. ഇപ്പോൾ പ്രതികളെ വീണ്ടും വാഹനത്തിലേക്ക് കയറ്റുകയാണ്, പോലീസ് ജീപ്പിലേക്ക് കയറ്റുകയാണ്. ഇനി നേരെ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുക. ഈ കേസ് സംബന്ധിച്ച തെളിവെടുപ്പ് നാളെയും തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളിലായി നടത്തും. ആദ്യഘട്ടത്തിൽ പ്രതികൾ ആദിത്യനുമായി ഏറ്റുമുട്ടിയ സ്ഥലങ്ങളിലായിരിക്കും ഇനി തെളിവെടുപ്പ് നടക്കുക എന്ന് പോലീസ് പറയുന്നുണ്ട്. ഏതായാലും യാതൊരു കൂസലുമില്ലാതെ ഈ 4 പ്രതികളും കൊലപാതകം ചെയ്തത് തങ്ങളാണ് എന്ന് പോലും, ഈ ഒരു കൊലപാതകമാണ് ചെയ്തത് എന്നതിലെ കുറ്റബോധം പോലും ഇല്ലാത്ത രീതിയിൽ ഈ പ്രതികളുടെ പെരുമാറ്റം കണ്ടാൽ നമുക്ക് മനസ്സിലാകും. പ്രതികൾ ഇപ്പോൾ ജീപ്പിലേക്ക് കയറിയിരിക്കുന്നു. ഇനി പോലീസ് സ്റ്റേഷനിലേക്കാണ് മടക്കം. ആദിത്യൻ കൊലപാതക കേസിലെ പ്രതികളെ നടന്ന ഈ കൊടുങ്ങാവിള എന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നു.
ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യാതൊരു കൂസലുമില്ലാതെ കാര്യങ്ങൾ അവർ പോലീസിനോട് വിശദീകരിച്ചു. കൊന്ന രീതി, കൊല്ലാൻ എടുത്ത സമയം, അതുപോലെ തന്നെ കൊല്ലാനുള്ള പ്ലാൻ എന്തൊക്കെയായിരുന്നു എന്നത് കൃത്യമായി പ്രതികൾ പോലീസിനോട് വിശദീകരിച്ചു. യുവാക്കളാണ് ഈ കേസിലെ പ്രതികൾ. അവർക്ക് ഈ ഒരു സംഭവിച്ചതിൽ യാതൊരു കുറ്റബോധവുമില്ല എന്ന കാര്യം അവരുടെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും. ക്യാമറമാൻ പ്രണവിനൊപ്പം ആർ ശ്യാം ബാബു, ABC മലയാളം ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.